എല്ലാവർക്കും നമസ്കാരം. സജ്ന ഫിറോസ് ഇവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതോടൊപ്പം തന്നെ ഈ ഫാമിലി ലൈഫിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അലക്കാൻ വേണ്ടി അതിൻ്റെ ഒരു അവസരം കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. ഒന്ന് അറിയാൻ വേണ്ടി, നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് സജ്ന ഫിറോസ് ദമ്പതികൾ, അവരെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സജ്നയുടെ മറ്റൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇതെങ്ങനെയാണ് പുറത്ത് വന്നതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇവരിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹിന്റ് കൊടുക്കാതെ മീഡിയക്കാരൊന്നും അറിയത്തില്ലല്ലോ, തീ ഇല്ലാതെ പുക ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആരും പറയാതെ പുറത്തേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ആവില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ ഈ വാർത്ത പുറത്ത് പോയി സജ്നയ്ക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇവരുടനെ വിവാഹിതരാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അറിയപ്പെടുന്ന വ്യക്തി, ഒരു അവാർഡ് വിന്നർ, അങ്ങനെ ഒരാളുമായിട്ടാണ് സജ്നയ്ക്ക് റിലേഷൻഷിപ്പ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത വന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സജ്നയുടെയും ഫിറോസിൻ്റെയും ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയതെന്നും പറഞ്ഞിട്ട് ആളുകൾ സംസാരിക്കുന്നു എന്നാണ് സജ്ന ആരോപിക്കുന്നത്. ഇന്നലെ സജ്നയുടെ ഒരു വീഡിയോ വന്നു. അതിൻ്റെ പിന്നാലെ ഫിറോസും ഒരു വീഡിയോ ചെയ്തു. ഇപ്പോൾ ഫിറോസിൻ്റെ എല്ലാ നിലപാടുകളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ ഇതിനകത്ത് ഫിറോസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവരുടെ പേഴ്സണൽ ലൈഫാണ്. അതിനകത്ത് ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഡിവോഴ്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല, എങ്കിൽ പോലും ഇവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ വാപ്പയും ഉമ്മയുമായിട്ട് ജീവിക്കുന്നു എന്നാണ് സജ്ന പല ഇൻ്റർവ്യൂകളിലും പറയാറുള്ളത്. ഇവർ തമ്മിൽ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നു. ആ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ ഉള്ള സ്ഥിതിക്ക് ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. പക്ഷേ അതല്ല ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. അതിനോടാണ് ഒട്ടും യോജിക്കാൻ പറ്റാത്തത്. നമുക്ക് എന്തായാലും സജ്നയുടെ വീഡിയോ ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം ഫിറോസിൻ്റെ വീഡിയോ കാണാം. ഹലോ, ഇന്നത്തെ വൈറൽ ഞാനാണ്. ആര് പറഞ്ഞു? സജ്നയുടെ ഈ വീഡിയോ വരുന്നത് വരെയും ഈ വിഷയം ഞാൻ ശരിക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വൈറൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കുറേ അധികം കമൻറ്റുകൾ കണ്ടായിരുന്നു. നിങ്ങൾ പറയുമ്പോഴാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങളിത് വൈറലായി എന്ന് പറയുന്നത്? എന്തെങ്കിലും ആവട്ടെ, ബാക്കിയേക്കാം. ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്? അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസുക്കാടെയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എൻ്റെയും ഫിറോസുക്കാടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസുക്കാക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം, ഇവരുടെ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യം, അതായത് ഇവരുടെ രണ്ടുപേരുടെ ലൈഫിൽ മൂന്നാമതൊരാൾ കടന്നു വന്നിട്ടാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നു. അതിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർക്കും ഫിറോസിക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ മറ്റുള്ളവർക്ക് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഫിറോസിക്ക് പ്രശ്നമുണ്ടോ ഇല്ല എന്നുള്ളത് ഫിറോസിക്കയുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഈ വീഡിയോ വന്നതിന് ശേഷമാണ് ഫിറോസിക്ക ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ സജ്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പം ഇവരുടെ ഈ പറയുന്ന ഇമോഷൻസും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടെന്ന് പറയുവാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ പുറത്ത് പറയാതെ ഒരാളും അറിയില്ല, ശരിയല്ലേ? നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരോ തന്നെ ആയിരിക്കാം ഈ വാർത്തകൾ പുറത്തേക്ക് വിടുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്കിടയിൽ എങ്ങനെ വന്നു? ഈ മൂന്നാമതൊരാളുടെ പേരും അയാളാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയതെന്നുള്ള വാർത്ത എങ്ങനെ പ്രചരിച്ചു? നിങ്ങൾ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആരെങ്കിലും പുറത്ത് വിട്ടിട്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ ലൈഫാണ്. ഇനി അങ്ങനെ ഒരാൾ വന്നിട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, ആ വ്യക്തിക്കും നിങ്ങൾക്കും, നിങ്ങൾ ഈ പറയുന്ന ഫിറോസിക്കും ഇല്ലാത്ത പ്രശ്നം നാട്ടുകാർ കൊണ്ടാടേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇത് ആരെയാണ് ബോധിപ്പിക്കുന്നത്? ഇത് വലിയൊരു വിഷയമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോൾ വന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇത് സംസാരിച്ച് കഴിയുമ്പോൾ അങ്ങ് പ്രശ്നം സോൾവ് ആവുമെന്ന്. ഇത് കൂടത്തേ ഉള്ളൂ. ശരിക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചില സമയങ്ങളിൽ മൗനമാണ് ഏറ്റവും നല്ലതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പറയേണ്ടവർ പറയും, അവർ ആ വഴിക്കൊന്ന് പോകും. അതല്ലാണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എക്സ്പ്ലനേഷൻ പറഞ്ഞു, ഇതിന് ഇപ്പം ഞാൻ എടുത്തു വെച്ച് സംസാരിക്കുന്നു, ഇതുപോലെ പലരും സംസാരിക്കും. ഇത് വീണ്ടും ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കും. കഴിയുന്നതും പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റി ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കും തോറും ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ബാക്കിയേക്കാം. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പേഴ്സണൽ കാര്യങ്ങൾ കാണും, അത് നമ്മൾ മ്യൂച്വലായിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാൾ വന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്.
1000 കുടത്തിന്റെ വായ കെട്ടാം, ഒരു മനുഷ്യന്റെ നാവ് അടയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വായ് മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പഴമൊഴിയാണ്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറയുന്നവരുടെ എല്ലാവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ മറുപടി പറയൂ, മറുപടി കൊടുക്കൂ, അതങ്ങനെയല്ല അതിങ്ങനെയാണ് എന്ന് പറയൂ. ഹൂ കെയർസ്? നിങ്ങൾ ആരെയാണ് ബോധിപ്പിക്കുന്നത്? നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഫിറോസിന് വന്നിട്ട് ആളുടെ വേർഷൻ സംസാരിക്കേണ്ടി വന്നത്. ആ സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്നതിൽ നിന്നും എൻറ്റോലെ ഡിഫറൻ്റ് ആണ്. സജന പറയുന്നു സജനയ്ക്കും ഫിറോസിനും ഇടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യാമായിരുന്നു. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നല്ലേ പറയുന്നത്, നിങ്ങൾക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാറുണ്ടല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ ഈ ആൾക്കാർ പറയുന്നതിൽ കാര്യമില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയോ എവിടേക്കോ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻസിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടുപേരും രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. നമുക്ക് ഫിറോസിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഫിറോസിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, നിങ്ങൾക്ക് ചിലപ്പം മറ്റു അഭിപ്രായമായിരിക്കാം, മറിച്ചൊരു അഭിപ്രായമായിരിക്കാം. ഞാനത് മാനിക്കുന്നു. ബാക്കി കേൾക്കാം. ബാക്കിയാണ് കേൾക്കാനുള്ളത്. പ്ലീസ് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ, ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇന്ന ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്, അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. എനിക്ക് എൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. സജനയുടെ ഫിറോസിൻ്റെ ലൈഫിൽ മൂന്നാമതൊരാൾ കടന്നു വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ ഇവർ വേർപിരിയാൻ കാരണം എന്ന് പറയുന്നതാണ് ഇവർക്ക് സങ്കടം. അതേസമയം മൂന്നാമതൊരാളുടെ കൂടെ ഇവർ മറ്റൊരു റിലേഷനിലാണ് എന്നൊക്കെ പറയുന്നതിൽ ഇവർക്ക് ഹാപ്പിയാണെന്ന് പറയുന്നു. ഏതൊരാളാണ് ഇത് ഇങ്ങനെ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ സജന കൺഫസ് ചെയ്യല്ലേ, അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ട്, അതിൽ ഓക്കെ ആണ് എന്ന് സജന കൺഫസ് ചെയ്യല്ലേ. ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അജിനാണെന്ന് തോന്നുന്നു ഇൻ്റർവ്യൂ എടുത്തത്. അപ്പോൾ അജിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയൊരു ലൈഫ് സജനയ്ക്ക് ഉണ്ടാകുമോ, ഒരു മാരേജ് ലൈഫ് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് സജന പറഞ്ഞത്. പ്രപ്പോസൽസ് വരുന്നുണ്ടോ? ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും വേണ്ടത് എന്താണെന്നുള്ളത് നമുക്കറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇനിയൊരു മാരേജ് ലൈഫ് വേണ്ട എന്ന രീതിക്കാണ് സജന സംസാരിച്ചിരുന്നത്. ഇത് അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല, വളരെ റീസെൻ്റ് ആയിട്ട് നടന്നൊരു ഇൻ്റർവ്യൂ ആണ്. ഞാനത് നോക്കി, പക്ഷേ എനിക്കത് ഫുൾ ഇൻ്റർവ്യൂ കിട്ടിയില്ല. ഇവിടെ ഇപ്പോൾ സജന പറയുന്നു, ഞാൻ ആ വ്യക്തിയുമായിട്ട് റിലേഷനിലാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സജന തന്നെ കൺഫസ് ചെയ്യുകയാണ്, അതിലെനിക്ക് ഓക്കെ ആണ്, പക്ഷേ നിങ്ങൾ ഇത് പറയാൻ പാടില്ല. അത് ഓക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഇതെല്ലാം പുറത്ത് വിടുന്നത്. എന്താണ് സജന പറഞ്ഞതെന്ന് സജനയ്ക്ക് എന്തെങ്കിലും ബോധ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. സജന ചെയ്ത വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഞാൻ എന്താണ് വിളിച്ച് പറയുന്നത്? സാധാരണ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആവശ്യമില്ലാത്ത പറയരുത്, വെറുതെ ക്രൂശിക്കരുത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഓരോരുത്തരും വീഡിയോകളൊക്കെ ചെയ്യുന്നെങ്കിൽ തന്നെ ചെയ്തതേ തെറ്റ്. ഇവിടെ ഞാൻ അയാളുമായിട്ട് റിലേഷനാണെന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ ഹാപ്പിയാണ്, പക്ഷേ ഇത് പറയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ബാക്കി ഇപ്പം ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ, അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നോ, ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല, ഇനി ആരുമായിട്ടായാലും. പക്ഷേ ഞങ്ങൾ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ്. കാരണം അവിടെ ഇവിടെയുള്ള വീഡിയോ അങ്ങോട്ട് സംഭവം ഇല്ലെന്നാണ് സജന പറയുന്നത്. സജന അടിവരായിട്ട് പറയുന്നുണ്ട്, ആ വ്യക്തി കാരണമല്ല ഞങ്ങൾ പിരിഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ പോയിന്റ്, ഇതെങ്ങനെ പുറത്തു പോയി? നിങ്ങളുടെ ലൈഫിനകത്തുള്ള കാര്യം, സജനയ്ക്കും ഫിറോസിനും മാത്രം അറിയാവുന്ന കാര്യം, നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങൾ എന്തുകൊണ്ട് പിരിഞ്ഞു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന കാര്യം അടുത്ത ചെവിയിലേക്ക് എങ്ങനെ പോയി? നിങ്ങൾ ആരെങ്കിലും പറയാതെ പോകും. ഇപ്പോൾ മീഡിയക്കാർക്കിടയിലാണെങ്കിലും ഇതെങ്ങനെ ചർച്ചയായി? ഇതൊക്കെ സജന സ്വയം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ പുറത്തു പോയി, എങ്ങനെ ആൾക്കാർ അറിഞ്ഞു, എങ്ങനെ ഇതൊരു വാർത്തയായത് ക്വൈറ്റ് നാച്ചുറൽ, നിങ്ങൾ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് അത് വാർത്തയായി. പക്ഷേ ഇതെങ്ങനെ പുറത്തു പോയി, മീഡിയയുടെ ചെവിയിൽ എങ്ങനെ എത്തി, ഇതൊക്കെ നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് കുറ്റം മുഴുവൻ നാട്ടുകാർ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് കുറ്റം മുഴുവൻ നാട്ടുകാർ അത് പറഞ്ഞു. നമ്മൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ്. ബാക്കി അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഏതൊക്കെയോ ആൾക്കാർ തമ്മിലുള്ള എത്രയോ ആൾക്കാർ ഫിറോസിക്ക വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അവരെല്ലാം നാളൊരു കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. ഞാനും ഫിറോസിക്കായും ഞങ്ങൾ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഞങ്ങൾ ഇപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ റോവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങളിത് ഫിറോസുമായിട്ട് സംസാരിച്ച്, ഫിറോസൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചെയ്ത് സംസാരിക്കാം, നമുക്കൊരു വീഡിയോ ചെയ്യാം എന്നും പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങൾ അതല്ല ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ട് നിങ്ങളുടെ വേർഷൻ മാത്രം നിങ്ങൾ സംസാരിച്ചു. പക്ഷേ ഫിറോസിന് പറയാനുള്ളത് നേരെ തിരിച്ചുള്ള വേർഷനാണ്. നമുക്ക് അതിലേക്ക് വരാം. ഇത് ബാക്കി കുറച്ചുകൂടി ഉണ്ടോ കേട്ടിട്ട്. ഇപ്പോഴും മ്യൂച്വലായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഫിറോസിക്കയുടെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാലോ എൻ്റെ ലൈഫിൽ ഒരാണ് വന്നാലോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ പറഞ്ഞ തീരുമാനം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, സംസാരിക്കാറുണ്ട്, മോൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ കുഞ്ഞിതിൻ്റെ ഇടയ്ക്കുണ്ട്. ഞങ്ങളുടെ ഇഷ്യൂസ് മൂന്നാമതൊരാൾ വെച്ചിട്ടല്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇഷ്ടങ്ങൾ എനിക്ക് ചിലപ്പം എൻ്റെ ഫ്രണ്ട് ഫിറോസിക്കയുടെ ഫ്രണ്ട് ആവണമെന്നില്ല, ഫിറോസിക്കയുടെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ആവണമെന്നില്ല.
പണ്ട് ഇതുപോലൊരു മറ്റേ എന്താ നമ്മൾ ഷിയാസിൻ്റെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പം എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പം അതിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ അവർ കാരണമാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ കുളവായെന്ന് പറയില്ല. ദയവ് ചെയ്ത് പ്ലീസ്. നമുക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, പല പല ആൾക്കാർക്കും ബാധിക്കും. നിങ്ങൾ പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷേ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നാളെ ഇത് കാണും, അവരിത് മനസ്സിലാക്കുന്ന ഒരു പ്രായം വരുമ്പോൾ അവരിത് മനസ്സിലാക്കും. ഇതൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റി എന്നുള്ളൊരു പട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു പ്രൈവസി ഇല്ലെന്ന് വേണം പറയേണ്ടി വരും ഇന്നത്തെ കാലത്ത്. പണ്ടാണെങ്കിൽ ഓക്കെ, പുറത്തിറങ്ങി ഒരാളെ നോക്കി ചിരിച്ചാൽ അത് വാർത്തയാവുന്ന കാലമാണ്. അപ്പോൾ അത് നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ഈ ഒരു വീഡിയോയുടെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആർക്കാണ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്? ഇനി അങ്ങനെ കൊടുക്കുന്നത് പോലും ഒരു നോട്ട് എഴുതിയിടേണ്ട കാര്യം വേണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ വീഡിയോ ചെയ്ത് ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മറ്റഭിപ്രായം ഉണ്ടാവും. ബാക്കിയൊക്കെ അത് ബാധിക്കും. കാരണം ഞങ്ങൾ പപ്പായും മമ്മിയും പിരിയാൻ കാരണം ഇതുകൊണ്ടാണോ? കുറച്ചു മുമ്പ് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം കണ്ടായിരുന്നു. സജിനയുടെ ഇൻ്റർവ്യൂ തന്നെയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് കേട്ടപ്പം ശരിക്കും സന്തോഷം തോന്നി. കാരണം പിരിഞ്ഞിട്ടും മക്കൾക്ക് വേണ്ടി ഉമ്മയും വാപ്പയുമായിട്ട് ജീവിക്കുന്നല്ലോ എന്ന് കരുതിയിട്ട് സന്തോഷം തോന്നി ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ. പക്ഷേ ഇവിടെയും എന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ചിട്ട് ഒരുമിച്ചൊരു പക്ഷേ വന്നിരുന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ഒരു കോൺട്രവേഴ്സി ആവില്ലായിരുന്നു ഈ സബ്ജക്ട്. ഫിറോസിന് പ്രശ്നമില്ല, സജിനിക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാ പ്രശ്നം എന്നുള്ളൊരു ടേമിൽ അത് മാറുമായിരുന്നു. നിങ്ങളതല്ല ചെയ്യുന്നത്. ഞാൻ വീണ്ടും അത് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. നിങ്ങളതല്ല ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ടൊന്ന് രണ്ടുപേരുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ രണ്ട് അഭിപ്രായം രണ്ട് ലെവലിലാണ് നിൽക്കുന്നത്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഇതിന് ബാക്കി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫിറോസിൻ്റെ ഒരു വീഡിയോ അതും കൂടി നമുക്കൊന്ന് കണ്ടുപോകാം. അതിനകത്ത് കർമ്മയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതൊന്ന് കാണാം. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പം ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാനങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, ഇനി എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. സജിന പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഫിറോസ് പറഞ്ഞതിനുണ്ടോ? സംതിങ് ഇവർക്കിടയിലുള്ള കാര്യങ്ങൾക്കെല്ലാം അയാൾ തന്നെയാണ്. അതാണ് ലാസ്റ്റ് പറഞ്ഞത്, സത്യം എന്നായാലും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ ഒരു കാര്യത്തിലാണ്. സജിന പറയുന്നവർ ഇപ്പോഴും സുഹൃത്തുക്കളാണ്, തമ്മിൽ കോൺടാക്ട് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ ഫിറോസ് ആരോപിക്കുന്നത് ഈ കേൾക്കുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് തന്നെയല്ലേ. അപ്പോൾ പിന്നെ ഇത് ആക്ച്വലി സജിനയുടെ വീഡിയോ വന്നതിന് ശേഷമാണ് ഫിറോസ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് സൊസൈറ്റിക്ക് വലിച്ചു കയറാൻ വേണ്ടി. നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നുകിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിന് അതൊരു കഴമ്പുണ്ടാവുക. അതാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ സംസാരിച്ചത് എൻ്റെ അഭിപ്രായമായിട്ട് മാത്രമാണ്. എനിക്ക് ഈ ഒരു രണ്ടുപേരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് രണ്ടുപേരും തമ്മിൽ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ചിലപ്പം കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാപ്പയും ഉമ്മയും ആയിരിക്കും. അല്ലാണ്ട് സുഹൃത്തുക്കളാണ്, ഇപ്പോഴും സൗഹാർദ്ദപരമായിട്ട് പോകണു എന്ന് പറയുന്നതിനകത്തൊന്നും എനിക്ക് അതിനകത്ത് കഴമ്പുണ്ടെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ അറിയില്ല, അവരുടെ ലൈഫാണ്, അവരുടെ കാര്യമാണ്. നമ്മളിങ്ങനൊരു സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് മാത്രം എടുത്ത് സംസാരിക്കുന്നതാണ്. ഇനി സജിന വേറെ കല്യാണം കഴിച്ചാലും ഫിറോസ് വേറെ കല്യാണം കഴിച്ചാലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ പറഞ്ഞല്ലോ, ഇവരെല്ലാം സൊസൈറ്റിക്ക് മോഡൽസ് ആണ്, എങ്ങനെ ഇതുപോലെയൊന്നും ആവാൻ പാടില്ല എന്നുള്ളതിൽ. സെലിബ്രിറ്റികളുടെ ലൈഫ് നോക്കിയാണല്ലോ ആൾക്കാർ ഓരോന്നും വിലയിരുത്തുന്നത്. ഇങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്, ഇതുപോലൊന്നും ആവാൻ പാടില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ കൂടി ഈ കാണുന്നത്.
അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ വെച്ച് സംസാരിക്കുന്നത്. ഇങ്ങനൊന്നും ആവരുത് എന്ന് കാണിക്കാൻ വേണ്ടി. എനിവേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.